പൊട്ടും സിന്ദൂരവും തിലകക്കുറിയുമെല്ലാമുള്ള ഹിന്ദുവിന് സ്കൂളുകളിലും കോളേജുകളിലും പ്രവേശിക്കാൻ അനുമതിയുണ്ടെങ്കിൽ ഫർദയും ശിരോവസ്ത്രവുമുള്ള മുസ്ലിം പെണ്ണിനും വിദ്യാലയങ്ങളിൽ പ്രവേശിക്കാൻ അനുമതിയുണ്ട്. അത് സ്കൂളുകളാകട്ടെ കോളേജുകളാകട്ടെ. വളരെ യുക്തിഭദ്രമായൊരു വിധിയാണ് ഈയിടെ സുപ്രീം കോടതിയിൽ നിന്ന് വന്നത്. കാലങ്ങളായി നമ്മുടെ രാജ്യത്ത് വിദ്യാലയങ്ങളിൽ മുസ്ലിം സ്ത്രീകൾ തലമറക്കുന്നത് ഒരു വിവാദ വിഷയമായിരുന്നു. പല കോളേജുകളും പല സ്കൂളുകളും ശിരോവസ്ത്രമുള്ള മുസ്ലിം സ്ത്രീകളെ തടയുന്നുണ്ട്, പുറത്താക്കുന്നുണ്ട്, അവരുടെ വിദ്യാഭ്യാസം നിഷേധിക്കുന്നുണ്ട്. ചില ഹൈക്കോടതികൾ അതിന് അനുകൂലവുമാണ്. ആ നിലക്കാണ് മഹാരാഷ്ട്രയിലെ ഏതാനും മുസ്ലിം വിദ്യാർത്ഥിനികൾ തലയിൽ ശിരോവസ്ത്രം അണിയാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അനുമതി തേടിയത്. എന്തായാലും വിധി അവരെ സന്തോഷിപ്പിച്ചു. എന്നാൽ ഇത്തരം തടസ്സങ്ങളും വിവാദങ്ങളും ഒന്നുമില്ലാത്ത നമ്മുടെ കേരളത്തിൽ ഏത് കലാലയങ്ങളിലും ശിരോവസ്ത്രം അണിഞ്ഞ് പഠിക്കാനും ജോലി ചെയ്യാനും പോകാവുന്ന ഈ കേരളത്തിൽ മാന്യമായി തലവറച്ച് നടക്കുന്ന എത്ര സ്ത്രീകളുണ്ട്, അല്ലെങ്കിൽ എത്ര വിദ്യാർത്ഥിനികളുണ്ട്? ഒരു കാര്യം ആദ്യമേ മനസ്സിലാക്കണം. ഇസ്ലാമിൽ ശിരോവസ്ത്രം എന്നൊരു വസ്ത്രമില്ല. കാരണം മുസ്ലിം സ്ത്രീയുടെ തല മാത്രം മറക്കേണ്ട ഒരു നിയമം ഇസ്ലാമിലില്ല. തല മറക്കാനുള്ള നിയമം ഉണ്ടെങ്കിൽ അത് പുരുഷന്മാർക്കാണ്. അതാവട്ടെ നിർബന്ധവുമില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം മുഴുവനുമാണ് മറക്കേണ്ടത്. അതാണ് ഹിജാബ് എന്ന പദത്തിന്റെ അർത്ഥവും. അതായത് അന്യ പുരുഷന്മാരെ തൊട്ട് പരമാവധി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. സ്വന്തം ശരീരം അന്യ പുരുഷന്മാരുടെ ശ്രദ്ധയിൽപ്പെടാത്ത വിധത്തിൽ ജീവിക്കുക. ഇതാണ് ഇസ്ലാമിലെ ഹിജാബ്. ആ ഹിജാബിന് സഹായകമാകുന്ന വേഷമാണ്, വസ്ത്രധാരണയാണ് ഓരോ മുസ്ലിം സ്ത്രീകളും സ്വീകരിക്കേണ്ടത് എന്നാണ് ഇസ്ലാമിന്റെ നിയമം. ആ നിലക്കാണ് തലമറക്കുന്നത്. അതാണ് മുസ്ലിം സ്ത്രീയുടെ ശിരോവസ്ത്രം. അതുകൊണ്ട് തന്നെ നാമമാത്രമായൊരു ശിരോവസ്ത്രം ഇസ്ലാമിലില്ല. പേരിന് തലയിലൊരു ഷാള് ചിലരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് അതൊരു ഐഡന്റിറ്റിയാണെന്നാണ്. താൻ മുസ്ലിമാണെന്ന് തിരിച്ചറിയാനുള്ളൊരു സംവിധാനമായിട്ടാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. പേരിനൊരു ഷാൾ ഉപയോഗിച്ചുകൊണ്ട് താൻ മുസ്ലിമാണെന്ന് അറിയിക്കേണ്ട ആവശ്യം നമുക്കില്ല. സ്ത്രീയുടെ അംഗലാവണ്യം കാണാത്ത വിധത്തിലുള്ള, ശരീരം മുഴുവനും മറയുന്ന വിധത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്. എന്നാൽ മുഖം വെളിവാക്കാൻ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിരവധി തെളിവുകളുണ്ട്. അതുകൊണ്ട് നിർബന്ധമായി മുഖം മറക്കേണ്ട ആവശ്യമില്ല. കാരണം അത് തിരിച്ചറിയാനും മറ്റു പല കാര്യങ്ങൾക്കും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ നിഖാബ് എന്ന സംവിധാനത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിം ഐഡന്റിറ്റി എന്ന നിലയ്ക്ക് സാധാരണ വസ്ത്രത്തിന് മീതെ തലയിൽ ഒരു ഷാളോ അല്ലെങ്കിൽ ഒരു മഫ്തയോ ധരിച്ചുകൊണ്ട് പിന്നെ തോന്നിയ പോലെ ജീവിക്കുന്ന, അല്ലെങ്കിൽ കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഒരു സ്വഭാവം ഇസ്ലാമിലെ ഹിജാബിന്റെ ലക്ഷ്യത്തിന് വിരുദ്ധമാണ്. കാരണം ഹിജാബ് എന്നാൽ കേവലം വസ്ത്രം ധരിക്കുക എന്നുള്ളത് മാത്രമല്ല, അന്യ പുരുഷന്മാരിൽ നിന്ന് അകലം പാലിക്കുക എന്നുള്ളതാണ് ഹിജാബിന്റെ പൂർണ്ണമായ അർത്ഥം. അതുകൊണ്ട് തന്നെ ഇക്കാലങ്ങളിലുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥിനികൾ ഒരുപക്ഷെ പൂർണ്ണമായ ഇസ്ലാമിക വേഷമൊക്കെ ധരിച്ചിട്ടുണ്ടാകും. അവർക്ക് ശിരോവസ്ത്രം മാത്രമല്ല, പൂർണ്ണമായ മഫ്ത തന്നെയുണ്ട്. പക്ഷേ ക്ലാസ്മേറ്റ് എന്ന നിലക്കോ അല്ലാതെയോ ആൺകുട്ടികളും പെൺകുട്ടികളും സമ്മിശ്രമായി ജീവിക്കുന്ന, അല്ലെങ്കിൽ യാത്രയിലും കലാലയത്തിലും ഒന്നിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ മറ്റു വിധത്തിൽ അടുത്ത് ഇടപഴകുന്ന, പരസ്പരം സ്പർശിച്ചും മറ്റും സംസാരിക്കുന്ന ഇന്നത്തെ ഈ സമകാലിക പ്രവണത, അത് തീർത്തും നിഷിദ്ധമാണ്, ഹറാമാണ്. അവരുടെ വേഷം ഹിജാബല്ല. അവരുടെ മഫ്ത കൊണ്ടും ശിരോവസ്ത്രം കൊണ്ടും ഒരു
പ്രയോജനവുമില്ല. ഇസ്ലാമിൽ ഐഡന്റിറ്റിക്ക് വേണ്ടി ഒരു വേഷമില്ല. ഷോൾഡറിൽ ഒരു ഷാള് തൂക്കി ഒരു മിനിമം മുസ്ലിമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കലാലയത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ആ ഷാള് വീട്ടിനകത്ത് വെച്ച് ഷാളോ മറ്റൊന്നുമില്ലാതെ ഒരു സാധാരണ അന്യമതസ്ഥരായ വിദ്യാർത്ഥിനി കലാലയത്തിൽ പോകുന്ന പോലെ പോകുന്നതാണ് നല്ലത്. കാരണം രണ്ടും ഹിജാബ് രഹിതമാണ്. അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥിനികൾ ഇനിയെങ്കിലും എന്താണ് ഹിജാബ് എന്ന് മനസ്സിലാക്കുക. എന്തിനാണ് ഷാളും മഫ്തയും ഒക്കെ ധരിക്കുന്നതെന്ന് ഇനിയെങ്കിലും പഠിക്കുക.